പുത്രൻ ഉമറാണ് പറഞ്ഞത്. ഘോര ഘോര പടക്കളത്തെ കന്ന പോലെ ഗഡ്ഗവും ഊരിപ്പിടിച്ച് പറക്കുകയാണല്ലോ ഉമർ. എങ്ങോട്ടാണ് ഉമറേ ഈ കുതിച്ചോട്ടം? നഈം ഇബ്നു അബ്ദുള്ള ഉമറിനെ തടഞ്ഞു നിർത്തി രണ്ടും കൽപ്പിച്ചൊരു ചോദ്യം. എന്നെ വിടൂ, ഞാൻ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ഓടി വരാം. കുലദൈവങ്ങളെ പഴിച്ച ഖുറൈശികളെ ഛേദിച്ച ആ പ്രവാചകവാദി ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല. വിടൂ, ഞാനിതാ. നിൽക്കൂ ഉമറേ, രണ്ട് വാക്കുകൾ പറയാനുണ്ട്. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതിന്നെവിടെ? ഈ മതത്തെ പുൽകിടവേ, ഈ കഥ നേരാണിവിടെ. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതിന്നെവിടെ? ഈ മതത്തെ പുൽകിടവേ, ഈ കഥ നേരാണിവിടെ. കേമത്തരമിത് നിർത്തുമറേ, കൺമണി പെങ്ങളെ നോക്കുമറേ. കേമത്തരമിത് നിർത്തുമറേ, കൺമണി പെങ്ങളെ നോക്കുമറേ. അമിതാനന്ദം നിർത്തുമറേ, അകലം ഓർത്ത് മടങ്ങുമറേ. അമിതാനന്ദം നിർത്തുമറേ, അകലം ഓർത്ത് മടങ്ങുമറേ. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതിന്നെവിടെ? ഈ മതത്തെ പുൽകിടവേ, ഈ കഥ നേരാണിവിടെ. എന്ത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഫാത്തിമയോ? അവളും ഭർത്താവും മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നോ? മർദ്ദേശം കൊണ്ട് വിറക്കുകയാണ്. അങ്ങോട്ടേക്കാകട്ടെ ഇനി യാത്ര. രണ്ടിനെ മാടിച്ചു ചതയ്ക്കണം. ഈർഷ്യത കൊണ്ട് അടിമുടിക്കുന്ന ഉമറദ പെങ്ങൾ ഫാത്തിമയുടെ വാതിൽ പടിയിലെത്തി. തുറക്കടി വാതിൽ, തുറക്കാനാ പറഞ്ഞത്. അതാ ഉമറിന്റെ ഗംഭീര സ്വരം കേട്ടപ്പോൾ ആ വീട്ടിലുണ്ടാകുന്നവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഖബ്ബാബ് ഇബ്നുൽ അറദ് എന്ന സഹാബി മറുഭാഗത്തേക്ക് ഓടി ഒളിച്ചു. വിറയാർന്ന കൈകളാൽ ഫാത്തിമ ഖുർആനിന്റെ ഖുറാസ് മറിച്ചു വെച്ചുകൊണ്ട് വാതിൽ തുറന്നു. ഇടി മുഴക്കം കണക്കെ ഉമർ ചോദിക്കുകയാണ്, മാ ഹാദിഹിൽ ഹൈദമ, മാ ഹാദിഹിൽ ഹൈദമ? എന്താണടി ഞങ്ങളുടെ അജ്ഞാത മുഴക്കം? എന്താണ് അതൊന്നുമല്ല. ഒന്നുമല്ലെന്നോ? എനിക്കറിയാം, നിങ്ങൾ രണ്ടും മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയുണ്ടെന്ന്. ഉമർ തന്റെ ആളിൽ സായിദിന്റെ മാർത്തി പിടിച്ചൊരു വീക്ക് കൊടുക്കുമ്പോൾ ഓടിയാത പെങ്ങൾ അടുക്കലായി. അടിയും കൂത്തങ്ങ് കയർക്കയായി. ഉടനെ പ്രഹാരം ഒന്നവൾക്കെത്തി. ഉമരെല്ലാവൾക്കാരം വീരുത്തലായി. ചൗദി അവൾ ഹക്ക് ഇതാണെന്നാലോ, ചൊവ്വേ പറയാമോ ഇതെന്ത് ഹാലോ? പതനം ചൂട് ചോര നിറഞ്ഞ ഹാലി, വമ്പ് തകർന്നുമർ തളർന്നതായി. ഓടിയാത പെങ്ങൾ അടുക്കലായി. അടിയും കൂത്തങ്ങ് കയർക്കയായി. ഭർത്താവിനെ വീക്കുന്നെന്ന് കണ്ട് ഫാത്തിമ ഊർച്ചിന്ത തടഞ്ഞു കേട്ടു. അതാ പെങ്ങളുടെ പൂൻവദനത്തിൽ ഉമറിന്റെ പ്രഹരം. പൊന്നാര പെങ്ങളുടെ ചുടിച്ചോൽ കണ്ടതാ പറയുകയാണ്. അതേ ഉമർ, ഞങ്ങൾ സത്യപ്രസ്ഥാനത്തിലാണ്. ഈ മതമത്സരത്തിലെങ്കിൽ നീ എന്ത് ചെയ്യും? ചോരയിൽ കുതിർന്ന ആ പെങ്ങളെ കണ്ട് ഉമർ അല്പനേരം തളർന്നുപോയി. ആയിരുന്നു താ ഫാത്തിമ, ഞാൻ പാരായണം ചെയ്യട്ടെ. ഉമറേ, നിനക്ക് ശുദ്ധിയില്ല. ശുദ്ധിയുള്ളവരില്ലാതെ അതിനെ സ്പർശിച്ചുകൂടാ. അതാ ശുദ്ധി പ്രാപിച്ചെന്ന ഉമർ ത്വാഹ മാ അൻസൽന എന്ന് തുടങ്ങുന്ന ഭാഗം പാരായണം ചെയ്തപ്പോൾ ഉമറിന്റെ രണ്ട് നയനങ്ങൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എവിടെയാണ് ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ എനിക്കൊന്ന് കാണണം. അങ്ങനെ ആ മഹാമജ്‌ലിസിലെ കഥ ഉമർ ഓടിക്കിതച്ചെത്തിയപ്പോൾ സഫാ മലക്കരിക് വീട്ടിൽ തേരു റസൂലോരും സഹാബത്തും എനിക്കും കൂടുമാരെടുത്തേ. അതാ ആ സഫാ മലച്ചാരത്തിൽ ആ വീട്ടിലതാ അല്ലാഹുവിന്റെ റസൂൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തുറന്നു കൊടുക്കൂ അതിൽ. അപ്പോൾ ഒരു 1000 കുറ്റബോധത്തോടെ വിങ്ങി വിതുമ്പുന്ന ചുണ്ടുകളോടെ ഉമറദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അങ്ങനെ ആ ധീരൻ വഴങ്ങി. എൻ്റെ ഈ കൊച്ചു കഥാപ്രസംഗം ഇവിടെ പരിസമാപ്തി കുറിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഇതോടുകൂടി മഗ്‌രിബ്